ഹലോ ഓൾ, ലവ്ലി റണ്ണറിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മൂന്നാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് ഇംസോളിനെ നമ്മുടെ സുഞ്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. കാരണം ഇംസോളിൻ്റെ പുറത്തേക്ക് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനായിട്ട് നിൽക്കുകയായിരുന്നല്ലോ. ആ രംഗത്തോടെയാണ് തുടങ്ങുന്നത്. പിന്നെന്താണ്, അവർ രണ്ടുപേരും കൂടെ ഒരു ബെഞ്ചിലിരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ സുഞ്ച് ചോദിക്കും, നിനക്ക് ആക്സിഡൻറ്റ് വല്ലതും ഉണ്ടായിട്ടുണ്ടോ മുന്നേ? എനിക്ക് ഭയങ്കര ടെൻഷനാണല്ലോ ഇങ്ങനെ റോഡൊക്കെ ക്രോസ് ചെയ്യാൻ. അപ്പോൾ അവൾ പറയും, ഉണ്ടായിട്ടുണ്ട്, എനിക്കിങ്ങനെ 15 വർഷം മുന്നേ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന് അവൾ പറയും. ഓക്കെ, അവിടെ വെച്ചിട്ട് കോൺവെർസേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുഞ്ചേൻ്റെ സ്വിമ്മിങ് കോമ്പറ്റീഷനാണ്. സ്വിമ്മിങ് കോമ്പറ്റീഷനുണ്ട്. ഇംസോളൊക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇംസോളിന് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു കോമ്പറ്റീഷനിലാണ് അവന് കൈയാകെ ഡാമേജ് ആവണത്. ആ കോമ്പറ്റീഷൻ അവന് കംപ്ലീറ്റ് ആക്കാനും പ്രൈസ് വിൻ ചെയ്യാനൊന്നും പറ്റിയില്ല. അങ്ങനെയാണ് അവൻ ഈ ഐഡോൾ ഇങ്ങനെ കേക്ക് പോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വരില്ലേ, അങ്ങനെ വന്ന് പെട്ടത് അവന് ഐഡോളൊക്കെ ആയത്. അപ്പോൾ ഇവൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡോളൊക്കെ ആയതുകൊണ്ടാണല്ലോ അവൻ മരിക്കാൻ കാരണം. അപ്പോൾ അവളിങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു, എങ്ങനെയെങ്കിലും ഈ സ്വിമ്മിങ്ങൊക്കെ ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു, പ്രൈസ് കിട്ടിയാൽ മതിയെന്ന് വെച്ച് പറഞ്ഞിട്ട്. പക്ഷേ പ്രാർത്ഥിച്ച പോലെ തന്നെ സംഭവിച്ചു. അവന് ഫസ്റ്റ് പ്രൈസ് അടിച്ചു. അവനും കൂടി ഇങ്ങനെ കണ്ണോട് നോക്കിക്കുന്ന രംഗം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. കാരണം അവരന്ന് ആ ബെഞ്ചിൽ നിന്ന് സംസാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നതിന് ശേഷം അവൾ പറയും, ഞാൻ നാളെ സ്വിമ്മിങ് കോമ്പറ്റീഷനെ കാണാൻ വരണ്ടെന്ന് പറയുമ്പോൾ അവന് ഭയങ്കര സന്തോഷം. അവനിങ്ങനെ ഫ്ലൈയിങ് കിസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട് കാണുന്നുണ്ട്. അവനും അന്തം വിട്ടിട്ട് എന്ത് മനുഷ്യനാണിതെന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട് ഉപദേശിക്കുന്നുണ്ട്, നീ എന്തായാലും അവളെ പ്രപ്പോസ് ചെയ്യും, നല്ലൊരു ടൈം നോക്കിയിട്ട് എന്തായാലും അവൾ പ്രപ്പോസ് ചെയ്യുമെന്ന് പറയും. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്കങ്ങനെ വലിയതൊന്നും വേണ്ട, എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, ഞാനൊക്കെ സെറ്റാവും എന്നൊക്കെ സുഞ്ചേ പറയുന്നുണ്ട്. എന്നിട്ട് പിറ്റേ ദിവസമാണെന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്തത് ഇഷ്ടമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രണ്ടുപേരും കൂടെ നടക്കുകയാണ് കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവളിങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇവന്തെങ്ങനെ നടക്കുന്നത്, ദേഷ്യത്തിലാണോ, വിശന്നിട്ടാവും, അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പോകും. ഇവളാണെന്നുണ്ടെങ്കിൽ നല്ല റെസ്റ്റോറൻറ്റ് തിരഞ്ഞെടുക്കാതെ നിറയെ ആൾക്കാരിലൊരു റെസ്റ്റോറൻറ്റ് തിരഞ്ഞെടുക്കുക. അവിടെ നിന്നാണെങ്കിൽ ഇവർക്ക് അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ സുഞ്ചി ചോദിക്കും, നിനക്ക് നമ്മുടെ സെക്കൻഡ് ലീഡിനെ ഭയങ്കര ഇഷ്ടമാണല്ലോ, എന്താ സംഭവം എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവൾ പറയും, അത് പണ്ടല്ലേ, ഇപ്പം അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും. അപ്പോൾ ഇവന് ഭയങ്കര സന്തോഷമാവും. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവരിങ്ങനെ നടക്കാനിറങ്ങുമ്പോൾ ഇവനിങ്ങനെ പറയാൻ തുടങ്ങുമ്പോഴത്തേക്കിന് അവൾ പറയും, അതേ അവിടെ നമ്മളെ ഫോട്ടോ എടുക്കുന്നൊരു സംഭവമുണ്ട്, എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കുമോ? അപ്പോൾ അവൾ മനസ്സിൽ പറയുന്നുണ്ട്, കാരണം ഫ്യൂച്ചറിൽ ഇവൻ വലിയ ആളാകുമ്പോൾ ഫാൻസൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ ഇവൾക്ക് ഭയങ്കര ഇതാണ് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ആ സങ്കടം അവൾ ഇവിടെ തീർക്കും. ഇവൻ്റെ കൂടെ കുറേ ഫോട്ടോസൊക്കെ എടുക്കും. പിന്നെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവർ മടങ്ങുമ്പോൾ രാത്രിയാക്കും. ഇവൾക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മൂത്രമൊഴിക്കാൻ മുട്ടും. ഇറങ്ങണമെന്നുണ്ട്, പക്ഷെ ബസ് പോയിക്കൊണ്ടിരിക്കുകയാണ്, ട്രാഫിക് ജാമാണ്. അപ്പോൾ കുട്ടിക്ക് അടുത്തിരിക്കുന്ന സീറ്റിലൊരു കുട്ടിക്ക് മൂത്രമൊഴിക്കാണ്ടായിരുന്നു. അപ്പോൾ അവൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ധൈര്യമായിട്ട് ഇറങ്ങാമല്ലോ. പക്ഷെ അവൻ്റെ അമ്മ എന്ത് ചെയ്യും, ഒരു കപ്പ് കൊടുക്കും, ഇതിൽ മൂത്രമൊഴിച്ചോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ പക്ഷേ സുഞ്ചയ്ക്ക് മനസ്സിലാവും ഇവൾക്ക് ഇങ്ങനത്തെ ഇത് ഉണ്ടെന്ന് പറഞ്ഞതിന് ശേഷം സുഞ്ചയും അവളും കൂടെ അവിടെ ഇറങ്ങിയിട്ട് അവളോട് പോയി ഒഴിച്ച് വരാൻ പറയും. ഇവൾക്ക് ആകെ നാണക്കേടാവും. കാരണം നമ്മുടെ ഒരു ക്രഷ് അല്ലെങ്കിൽ നമ്മളൊരു ഐഡോൾ ഇങ്ങനെ പറയില്ലേ. അപ്പോൾ ഇതേ സമയമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സുഞ്ചേൻ്റെ അച്ഛൻ സുഞ്ച എടുത്ത് DVD ഉണ്ടല്ലോ നമ്മുടെ ഏപ്പടത്തിൻ്റെ, അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിട്ട് അമ്മ കാണാതെ ഇങ്ങനെ ഇടുമ്പോൾ ഇംസോളിൻ്റെ അമ്മ കാണും. ഈ മനുഷ്യൻ തന്നെയല്ലേ അപ്പോൾ കൊണ്ടുപോയതെന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്തൊരു മനുഷ്യൻ എന്നൊക്കെ പറയും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സുഞ്ചയും ഇംസോളും കൂടെ വീട്ടിലെത്തും. ഇംസോൾ സുഞ്ചേൻ്റെ അടുത്ത് പറയും, നീ നന്നായി സ്വിം ചെയ്തു, നല്ല ഇതായിരുന്നു കാഴ്ച വെച്ചതെന്നൊക്കെ പറയും. അപ്പോൾ സുഞ്ചെ പറയും, പ്രപ്പോസ് ചെയ്യാൻ നിൽക്കുകയാണ് സുഞ്ചെ, എനിക്ക് നിൻ്റെ ഇങ്ങനെ എത്ര കാലം നമ്മളിങ്ങനെ ഫാനായിട്ട് ഇങ്ങനെ നടക്കും, എനിക്കതിൽ താല്പര്യമില്ല എന്ന് പറയും. അപ്പോൾ അവൾ പറയുന്നത്, നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ആവാൻ പറ്റുമോ ഒക്കെ പറയും. മാത്രമല്ല നമ്മുടെ സുഞ്ചേൻ്റെ ഫ്രണ്ട് ഇവനും പ്രപ്പോസ് ചെയ്തോട്ടെ എന്ന് വെച്ചിട്ട് കുറേ പെറ്റൽസൊക്കെ വാരി ഇങ്ങനെ ഇടും. ഇവൻ പ്രപ്പോസ് ചെയ്യാതെ വീട്ടിലോട്ട് വന്നിട്ട് ഇവർ ഭയങ്കര കളിയാക്കലൊക്കെ ഉണ്ടാകും നമ്മുടെ സുഞ്ചേൻ്റെ ഫ്രണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവർക്ക് പിറ്റേന്ന് കോമ്പറ്റീഷൻ അല്ലാത്ത പ്രാക്ടീസ് ഉണ്ടാകുമ്പോൾ ഇവനെ കൈ വേദനിച്ചിട്ട് ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അപ്പോൾ ഇവൾ പിന്നെ വായി നോക്കാൻ വേണ്ടി വരുമ്പോൾ സുഞ്ചേനെ കാണാനുണ്ടാവില്ല. പകരം നമ്മൾ സെക്കൻഡ് ലീഡിനെ അവിടെ നിന്ന് മീറ്റ് ചെയ്യുവേ. അപ്പോൾ സെക്കൻഡ് ലീഡിന് മീറ്റ് ചെയ്യുമ്പോൾ അവനിങ്ങനെ ചൊറിയുന്നുണ്ട് അവളെ. അപ്പോൾ അവൾ പറയുന്നത്, എന്തൊരു ചെക്കനാണ്, ഇവനെയാണല്ലോ ഞാൻ എൻ്റെ പാസ്റ്റിൽ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞങ്ങനെ അവളവിടെ നിന്ന് ഇറങ്ങിപ്പോരെ. അപ്പോൾ എന്നിട്ട് സുഞ്ചേൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യും. പിന്നെ അപ്പോൾ പറയും, സുഞ്ചനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് കൈവേദനയായിട്ട്. അപ്പം ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിൽ സുഞ്ചേൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു, കൈ നല്ല സീനാണ്, ഇനി നിനക്ക് സ്വിം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഒരു സർജറിയും കൂടി വേണ്ടി വരും എന്നൊക്കെ പറയും. ഇവനാണെങ്കിൽ ഭയങ്കര സങ്കടമായിരിക്കും. കാരണം സ്വിമ്മിങ് കരിയർ എന്ന് പറഞ്ഞ് നടക്കുന്ന പയ്യനല്ലേ. അപ്പോൾ ഇവനെ കാണാൻ വേണ്ടിയിട്ട് ഇവൾ ഒരുപാട് തിരഞ്ഞു നോക്കും. വീട്ടിൽ പോയി നോക്കും, അവിടെ ഒന്നും കാണാനുണ്ടാവില്ല. ഫൈനലി ഇവൻ എന്ത് ചെയ്യും,
ബസ് സ്റ്റോപ്പിൽ നിന്ന് സങ്കടമൊക്കെ തീർത്തിട്ട് ഇവിടെ അച്ഛൻ്റെ കടയിൽ വരുമ്പോൾ ഉണ്ടായിരിക്കും അച്ഛൻ്റെ കടയിൽ ഒരു പാർട്ടി തന്നെ നടത്തുന്നു. കാരണം ഇവന് പൈസ ഒക്കെ കിട്ടിയതാണ്. അപ്പോൾ അച്ഛൻ എല്ലാവരും വിളിച്ചിട്ട് ഫുഡൊക്കെ കൊടുക്കുകയാണ്. മാത്രമല്ല ഇവന് വേണ്ടിയിട്ട് ഓസ്ട്രേലിയയിലേക്ക് പുതിയൊരു കോച്ചിനെ കണ്ടുപിടിച്ചിട്ട് ഓസ്ട്രേലിയയിലോട്ട് അയക്കുകയാണ്. ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തു. ഇവന് പോകാൻ പറ്റില്ല, കാരണം കൈവേദനയല്ലേ. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ചൂടാവുന്നുണ്ട്, ഞാൻ സ്വിമ്മിങ് നിർത്തുകയാണെന്നൊക്കെ പറയും. അപ്പോൾ അച്ഛൻ പറയും, നിനക്കെന്താ പ്രാന്തുണ്ടോ, നീ വേറെ വല്ലതും കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയും. കാര്യം എന്താണെന്ന് പറയില്ല. ഇതാണ് കാരണം, വേദന വെച്ചുകൊണ്ടാണെന്ന് പറയില്ല, പക്ഷെ നിർത്തുകയാണ്, എനിക്ക് ഈ ട്രെയിനിങ്ങൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയും. അപ്പോൾ അച്ഛൻ അടിക്കും അവനെ. ഇതൊക്കെ നമ്മളെ ഇൻസോൾ കാണുന്നുണ്ടായിരിക്കും. ഇത് മിണ്ടാണ്ട് അവൻ പോകും. അവനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടം ഉണ്ടായിരിക്കും. അവൻ ജിമ്മിൽ പോയിട്ട് ഒരുപാട് കാര്യം, കാരണം ഒരുപാട് ട്രെയിൻ ചെയ്തിട്ടാണ് അവൻ ഇവിടെ വരെ എത്തിയത്. അതൊക്കെ പെട്ടെന്നുണ്ട് ഇല്ലാതെ ആവില്ലേ. ഇവളാണെന്നുണ്ടെങ്കിൽ ഇംസോൾ റൂമിൽ വന്നിട്ട് ഇംസോളിനും ഭയങ്കര സങ്കടമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ആയിട്ട് അവൻ്റെ ഷോൾഡർ ഡാമേജ് ആയി. ഇനി അവൻ സിംഗിങ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ഒരു ഐഡോൾ ആവാനാണ് അവൻ്റെ വിധി എന്ന് അവൾ ആലോചിച്ചിട്ട് കാര്യം. ഇവളുടെ ആക്സിഡൻറ്റും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. പിറ്റേത്തെ ദിവസമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇംസോള് നമ്മളെ സുഞ്ചൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ട് പറയണേ, നിൻ്റെ ഫാൻസൊക്കെ എൻ്റെ സുഞ്ചനെ ഒരുപാട് ഇതാക്കിയിട്ടുണ്ടായിരുന്നു, ഫ്യൂച്ചർ നടന്ന കാര്യമൊക്കെ ഇവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇവനത് മനസ്സിലാവണമെന്നില്ലല്ലോ. അപ്പോൾ ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവളെ വന്നിട്ടൊരു ഫുട്ബോൾ മൂക്കിനിടിക്കും. ഇവൾ ബോധം കെട്ടിങ്ങനെ കിടക്കും. അപ്പോൾ അവൾക്ക് ഓർമ്മ വരുന്നത് പണ്ട് ഇതുപോലെ നടന്ന സമയത്തായിരുന്നു ഇവളുടെ വീട്ടിലൊരു ഫയർ ഉണ്ടായത്. ആ തീപിടുത്തം ഉണ്ടായിട്ട് അമ്മേൻ്റെ കൈയൊക്കെ പൊള്ളിയത്. അപ്പോൾ ഇവൾ പറയും, എനിക്കിത് തടയണം, പാസ്റ്റിൽ നടന്നൊരു കാര്യമാണല്ലോ. അവൾക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഇവളിവരെ മാറി ഫോം വിളിക്കുന്നു, പക്ഷെ ഇവർക്കൊന്നും കിട്ടുന്നില്ല. ചേട്ടനെയും കിട്ടുന്നില്ല, അതുപോലെ തന്നെ അമ്മേനെയും കിട്ടുന്നില്ല. അപ്പോൾ ഫൈനലി എന്ത് ചെയ്യും, നമ്മുടെ സെക്കൻഡ് ലീഡ് അതിലൂടെ പോകുന്നുണ്ടായിരിക്കും. അവൻ്റെ ബൈക്കിൽ ഇവൾ കുത്തിപ്പിടിച്ച് അങ്ങനെ കയറി പോകും അങ്ങോട്ട്. അതേസമയം നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇംസോളിൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, അവൾ വരും കമ്പൈൻ സ്റ്റഡിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവളുടെ ഒപ്പാനെ കണ്ടിട്ട് അവർ തമ്മിൽ അടി ഉണ്ടാക്കുകയാണ്, ഓരോന്ന് താഴെയും മേലെയും പറഞ്ഞിട്ട്. അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ അടുക്കളയിൽ തീപിടുത്തം ഉണ്ടാവുന്നത്. ഇവരാണെങ്കിൽ ഇത് കാണുന്നില്ല. നമ്മുടെ സെക്കൻഡ് ലീഡും നമ്മുടെ ഇംസോളും കൂടെ ഓടിപ്പോയിട്ട് ഫയറൊക്കെ കെടുത്താൻ നോക്കും. അതിൻ്റെ ഇടയ്ക്ക് ഫ്രണ്ട് ബോധം കെട്ട് വീഴുമ്പോൾ ഇവൻ രക്ഷിക്കാൻ അതായത് ബ്രദർ രക്ഷിക്കാൻ നോക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുമ്പോൾ ഇവൻ്റെ പല്ലൊക്കെ പോകുന്നുണ്ട്. നല്ല രസമുള്ള ഒരു രംഗമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, ഞാൻ രക്ഷിച്ചു, കാരണം എനിക്ക് പറ്റി. അവൾക്ക് ഫയറിൻ്റെ കാര്യം മുന്നേ ഓർമ്മ ഉണ്ടായതുകൊണ്ടല്ലേ. എന്നിട്ട് ഇവൻ്റെ സെക്കൻഡ് ലീഡിൻ്റെ അടുത്ത് താങ്ക് യു എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ സുഞ്ചൻ്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ സ്കൂളിലേക്ക് വിളിപ്പിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് സുഞ്ചൻ്റെ അച്ഛൻ കാര്യം അറിയണത്. എന്നിട്ട് ഇങ്ങനെ പറയും, ഇവനെ മീറ്റ് ചെയ്തിട്ട്, നീ എന്തിനാ എൻ്റെ അടുത്ത് മറച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു അച്ഛനാവില്ലേ, എന്തിനിങ്ങനെ തല്ലില്ലല്ലോ അങ്ങനെയൊക്കെ പറയും. എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് ബുക്ക് ചെയ്യാം, നമുക്ക് പോകാമെന്നൊക്കെ പറയേ. ഹോസ്പിറ്റലിൽ പോയിട്ട് അന്ന് സർജറി കഴിയും. സർജറിയിൽ പറയുന്നുണ്ട്, ഇനി നിനക്ക് ആ കൈ കൊണ്ട് നിൻ്റെ കരിയറിലേക്ക് വരാൻ പറ്റില്ല എന്തായാലും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിനക്ക് ആ കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇംസോൾ ഇത് പുറത്തുനിന്ന് കേട്ട് കരയുന്നുണ്ട്. ഇവനും പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നോക്കുമ്പോൾ ഉണ്ടാവും ഇംസോള് വെളിയിലിരുന്നിട്ട് ഇങ്ങനെ ഭയങ്കര കരച്ചിൽ. അപ്പോൾ അങ്ങനെ ഇവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാനല്ല ശരിക്കും കരയേണ്ടത്. പിന്നെ ഹോസ്പിറ്റലിൽ ഒരാഴ്ച കിടക്കാം. അപ്പോൾ എന്ത് ചെയ്യും, ഇംസോള് അവന് ഒരുപാട് ഫുഡൊക്കെ കൊണ്ടു കൊടുക്കും. ഇംസോള് ഡയറക്റ്റായിട്ട് വരില്ല, പക്ഷെ ഇങ്ങനെ ഫുഡും മിഠായിയൊക്കെ ഒരുപാട് കൊടുക്കും. ഇവനാണെന്നുണ്ടെങ്കിൽ ഇവളെ വെയിറ്റ് ചെയ്ത് നിൽക്കും ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, പക്ഷെ ഇവള് വരില്ല. പിന്നെ ഇവൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് വീട്ടിലോട്ടൊക്കെ വരും. വീട്ടിൽ വരുമ്പം അപ്പോഴും അതെ ഇവള് നല്ല ട്രീറ്റായിട്ട് ചെയ്യുന്നത്. കാരണം ഗ്രാൻഡ്മ ഉണ്ടാക്കിയ ചിക്കൻ ആരും അറിയാതെ, ഗ്രാൻഡ്മയും വീട്ടുകാരൊന്നും അറിയാതെ ഇവന് അച്ഛന് കൊണ്ടു കൊടുക്കും. അച്ഛനെന്ത് ചെയ്യും, അച്ഛനിട്ടൊരു വൈനുണ്ട്, ഒരു വൈൻ ബോട്ടിൽ കൊടുക്കും. നല്ലതാണ്, തണുത്ത വെള്ളത്തിൽ കഴിച്ചാൽ മതി എന്നൊക്കെ പറയും. ഇവള് ഒറ്റ ഇരിപ്പിന് മൊത്തം കാലിയാക്കും. അത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൻ ഇത്തിരി ആൽക്കഹോൾ കണ്ടൻ്റ് ഉള്ളതാണല്ലോ, അപ്പോൾ കുറച്ച് കിക്കാവും ഇവൾക്ക്. അപ്പോൾ ഇവൾക്ക് ഇങ്ങനെ കിക്കാവാൻ തുടങ്ങുമ്പോൾ ഇവൾക്ക് മേലൊക്കെ ഇങ്ങനെ ചൂടെടുക്കും. അപ്പോൾ ജനവാതിൽ ഇങ്ങനെ തുറക്കുമ്പോൾ കാണാം നമ്മുടെ സുഞ്ചി ഇങ്ങനെ നടന്നു പോകുന്നത്. അപ്പോൾ സുഞ്ചി എങ്ങോട്ടാണ് പോണത്, ഞാനും പിന്നാലെ പോകുന്നുണ്ട്, അവളും പിന്നാലെ ഇവനറിയാതെ ഫോളോ ചെയ്ത് പോകും. ഇവന് ജിമ്മിൽ പോയിട്ട് ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇങ്ങനെ കളിക്കുമ്പോൾ എന്തോ സൗണ്ട് കേൾക്കും. അപ്പോഴാണ് ഇവളറിയണത്. ഇവളെ മേത്ത് കൂടെ എപ്പോഴും വീഴുന്ന പോലെ എന്തൊക്കെയൊക്കെ താഴത്തേക്ക് വീണിട്ട് ഇവൾ എഴുന്നേറ്റ് ഇങ്ങനെ പറയും, ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്നൊക്കെ വിചാരിച്ചതായിരുന്നു, പക്ഷേ ഇങ്ങനെ ആയിപ്പോയി എന്ന് പറയും. എന്നിട്ട് നീ കുടിച്ചിട്ടുണ്ടോ ചോദിക്കും അവൻ. അപ്പോൾ അവൾ പറയും, ഇല്ല, നിൻ്റെ അച്ഛൻ തന്നെ ഇത് മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ പറയും. അത് ആൽക്കഹോളാണ് പൊട്ടി, നീ എന്ത് പണിയെ കാണിച്ചെന്നൊക്കെ പറയും. എന്നിട്ട് രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇവളാണെന്നുണ്ടെങ്കിൽ കുടിച്ചിട്ട് ഒരുപാട് ആക്ഷൻസ് ക്യൂട്ടായിട്ട് കാണിക്കുന്നുണ്ട്. ഇവന് ഒരുപാട് ചിരി വരുന്നുണ്ട്. പക്ഷെ ഭയങ്കര രസമുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ രണ്ടുപേരും കൂടെ പാട്ട് കേൾക്കുകയും പാട്ട് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഇംസോളിന് ഉറക്കം വന്നിട്ട് ഇവൻ്റെ ഷോൾഡറിൽ കിടന്നുറങ്ങും. പക്ഷെ ഇവനിങ്ങനെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ ടക്ക് ടക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൻ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ ഇവളും എഴുന്നേൽക്കും, എന്താ സംഭവം വിചാരിച്ചിട്ട്. അപ്പോൾ അവളുടെ MP3 ഇങ്ങനെ ചെറുതായിട്ട് അവൾ ചവിട്ടും. അപ്പോൾ ഇങ്ങനെ റെക്കോർഡിങ് തുടങ്ങും അത്. അപ്പം ഇങ്ങനെ അവൻ പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവളാണെന്നുണ്ടെങ്കിൽ ബോധം തെളിയുമ്പോൾ
അപ്പോൾ അവൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനൊരു പോസ്റ്ററാണ് അവൾ പണ്ട് റൂമിലുണ്ടായിരുന്നത്, അത് ഫ്യൂച്ചറിൽ റൂമിലുണ്ടായിരുന്നു, അതിന് ജീവൻ വെച്ചതാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവൾ വിടാൻ പോകുമ്പോൾ അവൻ പിടിക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ഒരു ഫസ്റ്റ് കിസ് അടിക്കും. നല്ല മൊമെൻ്റ് ആയിരുന്നു. ഇവന് എല്ലാം ഓർമ്മയുണ്ട്. ഇവൻ പ്രപ്പോസ് ചെയ്യും, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയും. ഇവൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു ബോധവുമില്ല. ഇവളിങ്ങനെ അവൻ്റെ മുഖം പിടിച്ച് പറയും, എന്ത് സങ്കടം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറയണം, അതിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണം, എപ്പോഴും ഈ സ്മൈൽ എപ്പോഴും കീപ്പ് ചെയ്യണം എന്നൊക്കെ പറയും. അപ്പോൾ എന്ത് ചെയ്യും, ഇവൻ കയറിയിട്ട് ഇങ്ങനെ കിസ് ചെയ്യണം. കിസ് ചെയ്തിട്ട് നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. അത് അവിടെ കഴിയും. അത് കഴിഞ്ഞതിന് ശേഷം പിറ്റേന്നാണെന്നുണ്ടെങ്കിൽ ഇവൾക്ക് ഭയങ്കര തലവേദന. ഇവൾക്കൊന്നും ഓർമ്മയില്ല, കാരണം കുടിച്ചിട്ടാണല്ലോ, ഫുൾ കിക്കലായിരുന്നല്ലോ. ഇവനാണെന്നുണ്ടെങ്കിൽ ഫുൾ ക്യൂരിയസ്, ഇവളെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവാണ്. അപ്പോൾ ബസ് മിസ്സാവും സുഞ്ചയ്ക്ക്. ഇവളാണെന്നുണ്ടെങ്കിൽ ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തലവേദനിക്കുന്നു, എന്താ കഴിഞ്ഞ ദിവസം നടന്നത്, എന്തായിരിക്കും, എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞിട്ടുണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോരുന്ന സമയമായിരിക്കും. അപ്പോൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടുള്ള MP3 റെക്കോർഡ് ചെയ്ത സാധനം അങ്ങനെ കേൾക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അവൻ ഐ ലൈക്ക് യു എന്ന് പറഞ്ഞത് വരെ കേൾക്കാൻ അവൾക്ക് ചാൻസ് കിട്ടിയില്ല. അതിന് മുന്നേ ഇവൻ്റല്ലോ കിടന്നിട്ട് വന്ന് പ്രപ്പോസ് ചെയ്യും. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സെക്കൻഡ് ലീഡിൻ്റെ ഈ കുട്ടി ഭയങ്കര ഇതാണ്. അപ്പോൾ അവളിങ്ങനെ പറയും, നീ ആരും ബൈക്ക് കയറ്റില്ലല്ലോ, നീ എന്നിട്ട് എന്തിനാ ഇംസോളിനെ കയറ്റി, നിൻ്റെ സീക്രട്ട് ലവറാണെന്നൊക്കെ പറയും. അപ്പോൾ അവൻ പറയും അതെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സെക്കൻഡ് ലീഡ് എന്ത് ചെയ്യും, ഇംസോളിൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലീഡ് നമ്മുടെ സുഞ്ചെ അപ്പോഴത്തേക്ക് ബസ്സൊക്കെ ഇറങ്ങിയിട്ട് ഇവളെ കാണാൻ വേണ്ടിയിട്ട് ഓടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. കാരണം ഇന്നലത്തെ ഫുൾ എക്സൈറ്റ്മെൻറ്റ് ആളുടെ മുഖത്തിലുണ്ട്. ആ സന്തോഷത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സെക്കൻഡ് ലീഡ് വന്നിട്ട് പറയും, നമ്മുടെ ഇംസോളിൻ്റെ അടുത്ത് പറയും, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നീ എൻ്റെ കൂടെ പുറത്തേക്ക് വരുന്നോ, ഡേറ്റ് ചെയ്യാൻ വരുന്നോ എന്ന് ചോദിക്കുക. അപ്പോൾ ഇംസോൾ ആകെ അന്തം വിടും. ആ സമയത്ത് ആ കൃത്യമായിട്ടുള്ള മൊമെൻറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ടൈം ട്രാവൽ ചെയ്തിട്ട് പിന്നിലോട്ട് പോവുകയാണ്. അതായത് ഫ്യൂച്ചറിലോട്ട് തന്നെ അവൾ പോവുകയാണ്. ഓക്കെ, കാരണം അവളിങ്ങനെ പ്രപ്പോസ് ചെയ്യും. സുഞ്ചെ പറഞ്ഞ ഐ ലൈക്ക് യു ആ പൂളിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവൾ കേൾക്കില്ല. പകരം ഇവന് ഇഷ്ടമെന്ന് പറഞ്ഞ് മാത്രമേ കേൾക്കുള്ളൂ. അവൾ എന്ത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് എന്ത് ചെയ്യും, അവൾ ഫ്യൂച്ചറിലോട്ട് തന്നെ മടങ്ങിപ്പോകും. ഫ്യൂച്ചറിലോട്ട് മടങ്ങിപ്പോകുമ്പോൾ അവളല്ലല്ലോ, ഇപ്പോൾ പഴയ ഇംസോളാണ് ഇവിടെ ഉള്ളത്. ആ പഴയ ഇംസോളിന് എന്താ, കുട്ടി ഇംസോളിന് എന്താണ്, ഈ സെക്കൻഡ് ലീഡിനായിരുന്നു ഭയങ്കര ഇഷ്ടം, സുഞ്ചേനല്ല. നമ്മുടെ ഫ്യൂച്ചറിലുള്ള ഇംസോളിനാണ് സുഞ്ചേനെ ഭയങ്കര കാര്യമായിട്ടുള്ളത്. എന്ത് ചെയ്യും, ഇവൾ നേരെ പറയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, തിരിച്ചും ഇഷ്ടമാണെന്ന് പറയും. പക്ഷേ അങ്ങനെ ഇഷ്ടമെന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് സുഞ്ചനെ രക്ഷിക്കാൻ പറ്റുന്നില്ല. ഫ്യൂച്ചറിൽ അവൾ എത്തുന്ന സമയത്തും നമുക്ക് ഈ ന്യൂസ് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. സുഞ്ചൻ്റെ മരണ ന്യൂസ് തന്നെയാണ് കാണുന്നത്, വേറൊന്നും അവൾക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവൾക്കിനി തിരികെ പോകാനുള്ളൊരു മെത്തേഡും അവൾ ആലോചിക്കുക, എന്താ സംഭവം, ഞാൻ എന്താ ഇങ്ങനെ ഇവിടെ എത്തിയത് എന്ന് പറയുമ്പോൾ അവൾ ഇങ്ങനെ ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യങ്ങൾ ആലോചിക്കുന്നത്. കുട്ടി ഇംസോളാണെന്നുണ്ടെങ്കിൽ നമ്മളെ സെക്കൻഡ് ലീഡിന് എസ്സും പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്യും. ഇത് സുഞ്ച കേൾക്കും സെയിം ചെയ്യും. കാരണം സുഞ്ചയ്ക്ക് ആകെ സങ്കടമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തലേന്ന് കിസ് ചെയ്തൊരു കുട്ടി വന്നിട്ട് പിറ്റേന്ന് ദിവസം ഇഷ്ടമല്ല, മറ്റേ ആളെയാണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും തോന്നൂലേ. ആ ഒരു മൊമെൻറ്റിലാണ് നമ്മുടെ തേർഡ് എപ്പിസോഡ് കഴിയുന്നത്. വളരെ രസമായിട്ടുള്ള ഒരു ഡ്രാമയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇനിങ്ങനെ വരുന്നുണ്ട്. ടൈം ട്രാവലും നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രാമയാണ്. ഇനിയുള്ള എപ്പിസോഡ് ഒന്നും ആരും മിസ്സാക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.